ദേവിമോള് എവിടെ പോയതാ ചേച്ചി? പണിയൊക്കെ കഴിഞ്ഞ് അടുക്കള ഒതുക്കുകയായിരുന്നു രാധികയും മാലതിയും. എങ്ങോട്ടാണെന്ന് അറിയില്ല മാലു. വിച്ചു വരും, വിച്ചുവിൻ്റെ ഒപ്പം എവിടെയോ പോവുകയാണെന്ന് മാത്രം പറഞ്ഞു. മോളിപ്പോ ആ പയ്യനുമായി നല്ല കൂട്ടായല്ലേ ചേച്ചി? അവര് തമ്മിലിപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണെന്നാ ദർശനം പറയുന്നത്. എന്നാ പിന്നെ നമുക്ക് അവരോട് പതുക്കെ കാര്യം അവതരിപ്പിച്ചൂടെ? ഇന്നലെ ദാസേട്ടനും അത് തന്നെയാ പറഞ്ഞത്. പക്ഷേ ദർശൻ പറഞ്ഞു, നമ്മളായിട്ട് പറയണ്ട, എന്തായാലും ഇത്രയൊക്കെ വരെ എത്തിച്ചത് ആമിയല്ലേ, അവൾ തന്നെ പറയട്ടെ എന്ന്. അത് ശരിയാ. ഇനിയിപ്പോൾ നമ്മ പറഞ്ഞ രീതിയിൽ വല്ല തെറ്റുമുണ്ടായി അവർ പറ്റില്ലാന്നോ മറ്റോ പറഞ്ഞാൽ ആ കൊച്ച് ഇത്രയും വരെ ചെയ്തത് വെറുതെയാവും. അതും ശരിയാ. അല്ല, മണി 11 കഴിഞ്ഞല്ലോ. നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ഇന്നല്ലേ കല്ലുമോളുടെ സ്കൂളിൽ മീറ്റിംഗ്. ഓ, ഇവിടെ പണിയൊന്നും തീർന്നിട്ടില്ലല്ലോ ചേച്ചി, ഞാൻ പോകുന്നില്ല. മാലതി ഇഷ്ടമില്ലാത്തതുപോലെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്താ ഇനി പണി? ഇതൊന്ന് ഒതുക്കിയിടാനല്ലേ? അത് ഞാൻ ചെയ്തോളാം, നീ പോകാൻ നോക്ക്. കഴിഞ്ഞ തവണ മീറ്റിങ്ങിനും നീ പോയില്ല. എനിക്ക് വയ്യ ചേച്ചി പോകാൻ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ പോകാമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ദർശനോട് ഞാൻ കാര്യം പറയാതിരുന്നത്. അല്ലെങ്കിൽ അവനെയെങ്കിലും ഞാൻ പറഞ്ഞു വിടുമായിരുന്നല്ലോ. നമ്മളിങ്ങനെ മീറ്റിങ്ങിന് പോകാതിരുന്നാൽ കൊച്ചിനെ അവർ തഴഞ്ഞു കളയും. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്നൊരു മട്ടായിരിക്കും അവർക്കും. എന്നാ പിന്നെ പോകാലേ? നീ പോയി ഡ്രസ്സൊക്കെ മാറ്റ്. ഞാൻ ഡ്രൈവറോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ അയാളെ പോയി വിളിച്ചാൽ മതി. ശരി ചേച്ചി. അധികം വൈകാതെ തന്നെ മാലതി ഉടുത്തൊരുങ്ങി സ്കൂളിലേക്ക് പോയി. ബാക്കി പണിയൊക്കെ തീർത്ത് രാധിക ഹാളിൽ വന്നിരുന്ന് TV കാണുകയായിരുന്നു. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. വേദികയും അവളുടെ അമ്മ പ്രവീണയുമായിരുന്നു അത്. ആ, നിങ്ങളോ? ഇതെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? ഓ, ഇവിടെ വരാൻ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഇതിപ്പോൾ ഞങ്ങളുടെ വീട് പോലെ തന്നെയല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. രണ്ടുപേരും അകത്തേക്ക് വാ. ഇരിക്കേ, ഞാനെന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ഓ, രാധിക എവിടെ ഇരിക്കേ? ആ പെൺകൊച്ചിനോട് എടുക്കാൻ പറഞ്ഞാൽ മതി കുടിക്കാൻ. മാലതിയെ ഉദ്ദേശിച്ചുകൊണ്ട് വേദികയുടെ അമ്മ പ്രവീണ പറഞ്ഞു. മാലതി ഇവിടെയില്ല. അവളുടെ മോളുടെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ പോയിരിക്കുകയാണ്. ഇപ്പം പോയതേ ഉള്ളൂ. വേദികയും അമ്മയും പരസ്പരം ഒന്ന് നോക്കി. കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പറ്റിയ അവസരം. പ്രവീണ വേദികയെ കണ്ണുകൊണ്ട് കാണിച്ചു. അന്ന് ദേവിമോളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, എന്തായി? മോള് കല്യാണത്തിന് സമ്മതിച്ചോ? ഇവള് പറഞ്ഞു വന്ന് രണ്ടാളും മാറിയിരുന്ന് കുറേ നേരം സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ. കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായ മട്ടാണ് അല്ലേ? അവർ തമ്മിൽ നല്ല കൂട്ടാണ്. വിവാഹത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവള് പറയുന്നത് ഇനി വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചാലും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്നാണ്. രാധിക സന്തോഷത്തോടെയൊന്ന് മൂളി. അല്ല, ദേവിമോളുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെയുള്ളത് ദർശൻ്റെ കാര്യമല്ലേ? അവനും കല്യാണപ്രായമൊക്കെ ആയില്ലേ? അവൻ്റെ കാര്യം അത് നിങ്ങൾക്കും അറിയാമല്ലോ. ഏത്? ആ അഭിരാമിയുമായിട്ട് കല്യാണം കഴിഞ്ഞ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അന്നത്തെ വാശിപ്പുറത്ത് ചെയ്തു പോയതല്ലേ. ഇപ്പോൾ പിടിച്ച പിടിയാലെ ബന്ധം അവസാനിപ്പിക്കണം. എന്നിട്ട് ദർശൻ മോനും നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി കെട്ടിച്ചു കൊടുക്കണം. അയ്യോ പ്രവീണെ, അത് പിന്നെ എത്രയൊക്കെ വന്നാലും അവൻ താലി കെട്ടിയ പെണ്ണല്ലേ അഭിരാമി. അങ്ങനെയങ്ങ് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? പെട്ടെന്ന് പ്രവീണ അങ്ങനെ പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതുപോലെ രാധിക പറഞ്ഞു. അതെന്ത് വർത്താനാ നീ പറയുന്നത്? വേദികയുടെ അമ്മ വേദികയെ ഒന്ന് നോക്കി. രാധികയിൽ നിന്നും അങ്ങനെയൊരു മറുപടിയല്ല അവർ പ്രതീക്ഷിച്ചിരുന്നത്. കേട്ടിടത്തോളം രാധികയ്ക്ക് അഭിരാമിയുമായുള്ള ബന്ധത്തിൽ താല്പര്യമില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം അവരെയും അതിശയിപ്പിച്ചു. നിനക്കപ്പോൾ നിന്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അവളുടെ കല്യാണം നമ്മളിപ്പോൾ ഉറപ്പിക്കല്ലേ. അതിനുശേഷം അഭിരാമിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. മോളുടെ ജീവിതം തകർത്തവളെയാണോ മോനു വേണ്ടി അപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? അങ്ങനെയല്ല പ്രവീണെ, അവൾക്കും അവളുടെ അമ്മയ്ക്കും അതിലൊരു പങ്കുമില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. പിന്നെ അവളുടെ കുടുംബത്തിലുള്ളവർ ഉണ്ടാക്കിയ പ്രശ്നമാണെങ്കിലും അതിനുള്ള പരിഹാരവും അവൾ തന്നെയല്ലേ കണ്ടെത്തിയത് എന്ന് അവർ പറയുന്നതല്ലേ. എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റും? ഇനി അവർ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ വെക്കുക. എന്നാലും ഇങ്ങനെയൊരു ബന്ധം നമുക്ക് വേണോ? ദേവിമോളുടെ ജീവിതം പണ്ടത്തേക്കാൾ തകരില്ലേ? അതെന്താ പ്രവീണ അങ്ങനെ പറഞ്ഞത്?
ഇപ്പോൾ ദർശനും ഈ പറഞ്ഞ അഭിരാമിയുമായി കല്യാണം കഴിച്ചെന്ന് വെക്കുക. എത്രയൊക്കെ വഴക്കെന്ന് പറഞ്ഞാലും കുറച്ചു നാൾ കഴിയുമ്പോൾ അവൾക്ക് അവളുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ കാണണമെന്ന് പറയും. എത്രയെന്ന് വെച്ചാ നിങ്ങളും എതിർത്ത് നിൽക്കുന്നത്? കുറച്ചുനാൾ കഴിയുമ്പോൾ സമ്മതിക്കുകയല്ലാതെ നിങ്ങൾക്ക് മുന്നിലും വേറെ വഴിയുണ്ടാകില്ല. പിന്നെ അവളുടെ വീട്ടുകാർ ഇവിടെ വരാൻ തുടങ്ങും. അത് ദേവിമോളുടെ ജീവിതത്തെ ബാധിക്കില്ലേ? ആ കൊച്ച് അതിൻ്റെ ഭർത്താവുമായിട്ട് വരുമ്പോൾ ഈ പറയുന്ന അമ്പി എന്ന് പറയുന്നവനെ കണ്ടുമുട്ടിയാൽ പിന്നെ അതിൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുമോ? ഇനി അതല്ല, അതിനെ കണ്ടു കഴിയുമ്പോൾ ഈ അമ്പിയും വീട്ടുകാരും പിന്നെയും ദേവിമോളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചാലോ? ഈ കൂട്ടരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്? രാധികയൊന്ന് പകച്ചിരുന്നു പോയി അത് കേട്ടതും. എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിച്ച ഒരു അവസ്ഥയായിരുന്നു. എല്ലാം ശരിയായി തുടങ്ങിയപ്പോൾ ആമിയെ അംഗീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി വരികയായിരുന്നു രാധിക. ഇത് കേട്ടതോടുകൂടി എല്ലാം പഴയപടിയായി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പരിചയപ്പെട്ടിടത്തോളം നിങ്ങളോടൊക്കെ ഒരു സ്നേഹം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ പറഞ്ഞത്. തള്ളുന്നതും കൊള്ളുന്നതും എല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാം. ഇതൊക്കെ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷെ പ്രവീണെ, ഞാനൊഴികെ വേറെ ആരും ഇതൊന്നും സമ്മതിച്ചു തരില്ല. എല്ലാവർക്കും ആമിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് താല്പര്യം. അങ്ങനെയൊരവസ്ഥയിൽ ഞാൻ എത്രയെന്ന് വെച്ചാ എതിർക്കുന്നത്? രാധിക എതിർക്കണ്ട. ആ പെണ്ണ് തന്നെ സ്വയം ഒഴിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അതെങ്ങനെയാ? അവൾ അവൾ ദർശനെ സ്നേഹിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള അവസ്ഥയിൽ അവൾ ഒഴിഞ്ഞു തരുമോ? കാര്യങ്ങൾ തന്നെ വഴിക്കടക്കുന്നുണ്ടെന്ന് പ്രവീണയ്ക്ക് മനസ്സിലായി. അതൊന്നും നീ ആലോചിക്കേണ്ട, എനിക്ക് വിട്ടു തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. ആ പെണ്ണ് തന്നെ ഡിവോഴ്സിന് സമ്മതിക്കും, നോക്കിക്കോ, ഉറപ്പോടെ പ്രവീണ പറഞ്ഞു. ഒരു ദിവസം നമുക്ക് പോയി ആ പെണ്ണിനെ കാണാം. ഞാൻ വിളിക്കാം, എൻ്റെ ഒപ്പം ഒന്ന് വന്നാൽ മതി. അത് ആ കൊച്ചിനെ വേദനിപ്പിച്ചുകൊണ്ട് വേണോ നമുക്ക്? നിന്റെ പ്രശ്നം എന്താ രാധികെ? നിനക്ക് നിന്റെ മകളുടെ ജീവിതമാണോ വലുത്, അതോ അഭിരാമിയുടെ ജീവിതമാണോ? എനിക്ക് എൻ്റെ മകളുടെ ജീവിതം തന്നെയാ വലുത്. പക്ഷേ ഒരു പെൺകുട്ടിയെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മോനൊരു ജീവിതം ഉണ്ടായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രവീണെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൾ സ്വമനസാലെ സമ്മതിക്കും. കാര്യം പറഞ്ഞാൽ അതിന് മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക്. ഒരു തീരുമാനത്തിലെത്താൻ ആവാതെ രാധികയുടെ മനസ്സിൽ ഒരു പിടിവലി തുടങ്ങി. ഇതേ സമയം മറ്റൊരിടത്ത് താൻ ആഗ്രഹിച്ചതുപോലെ ദേവിക്ക് നല്ലൊരു ബന്ധം നേടിക്കൊടുത്ത സന്തോഷത്തിലായിരുന്നു ആമി. അപ്പോൾ ഇനി കരച്ചിലും പിഴിച്ചിലും ഒന്നുമില്ലാതെ നല്ല കുട്ടിയായി തിരിച്ച് ഓഫീസിലേക്കും അപ്പാർട്ട്മെൻറ്റിലേക്കും വരുമല്ലോ എൻ്റെ ആമിക്കുട്ടി. അവളുടെ ഇരു കവിളിലുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവി ചോദിച്ചു. ഇന്നൊരു ദിവസം കൂടി വീട്ടിൽ നിന്നിട്ട് നാളെ വരാം. മതി, പക്ഷേ നാളെ തന്നെ വരണം. കാത്തിരിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ ഏട്ടൻ, മറന്നു കളയരുത്. ആമിയൊന്ന് ചിരിച്ചു. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. അവളോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും വണ്ടിയിൽ കയറി. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചോട്ടോ, വിച്ചുവിൻ്റെ ഭാഗത്തായി വന്നു നിന്നുകൊണ്ട് ആമി പറഞ്ഞു. എന്ത് കാര്യം? ഹൈറ്റ് കൊണ്ട് ദേവിയേക്കാൾ ചേരുന്നത് വേദികയാണെന്നേ. അത് കേട്ടതും ദേവി അവളെ കുറുമ്പോടെ നോക്കി. കല്യാണത്തിന് മുൻപ് നീ എനിക്ക് ഡിവോഴ്സ് വാങ്ങി തരുമോ മോളെ? ദേവിയുടെ നോട്ടം കണ്ടിട്ടാണ് വിച്ചു അത് ചോദിച്ചതെങ്കിലും അവൻ്റെ മറുപടിയിൽ രണ്ടുപേരും ചിരിച്ചുപോയി. അതേ ചിരിയോടെ അവർ യാത്രയായി. അവർ കൺമുന്നിൽ നിന്നും മറഞ്ഞതും ആമിയുടെ മുഖത്തെ ആ ചിരി മാഞ്ഞു. അങ്ങനെ നീ ജീവിതത്തിൽ വിചാരിച്ച നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു ആമി. ഇനി നിനക്ക് സന്തോഷമായി ഒഴിഞ്ഞുകൊടുക്കാം ദർശൻ്റെ ജീവിതത്തിൽ നിന്നും. ദർശൻ കെട്ടിയ താലിയിൽ ഒന്ന് മുറുകെ പിടിച്ച് ചിരിയോടെ കൺമുന്നിൽ നിന്നും മറഞ്ഞ വിച്ചുവിനെയും ദേവിയെയും മനസ്സിലോർത്തുകൊണ്ട് ആമി സ്വയം പറഞ്ഞു.